ഞങ്ങളിപ്പോ മൈസൂര് സൂ കാണാൻ വന്നിരിക്കാണ്. നമുക്കിന്ന് കണ്ടാലോ? സൂവില് പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല. ഞങ്ങളടുത്ത് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു, അത് അവര് വാങ്ങി. ആ വാട്ടർ ബോട്ടിൽ വാങ്ങി അവരൊരു സ്റ്റിക്കർ ഒട്ടിച്ചെന്നു. തിരിച്ചു വരുമ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ കാണിക്കണം. ഉള്ളിലൊന്നും പ്ലാസ്റ്റിക് ഇടാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ ഉള്ളിലെത്തി. ഇപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഞാൻ കൊടുക്കട്ടെ, എന്നല്ലേ ടിക്കറ്റ്. ഇതിൻ്റെ ഉള്ളില് സിംഹം, പുലി, ആന, ഗൊറില്ല ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്കെല്ലാം കാണാം. ഓക്കെ, ഇപ്പൊ 8:30-ക്കാണ് സൂ തുറക്കുന്നത്. കുട്ടികൾക്ക് 100 രൂപ വേണ്ട, വലിയവർക്ക് 100 രൂപ ഉണ്ട്. കുട്ടികൾക്ക് ടിക്കറ്റും വേണ്ട. ഓക്കെ, അടുത്ത നമുക്ക് പക്ഷികളെ കാണാം. നമ്മൾ പീക്കോക്കിന് അറിയില്ല. നമുക്ക് പീക്കോക്കിന് കാണാൻ വാ. അടുത്ത നമ്മൾ വേഴാമ്പല് കാണാൻ പോകുന്നു. വേഴാമ്പലൊന്നുമല്ല, അടുത്ത നമ്മൾ ലവ് ബേർഡ്സിനെ കാണാനാണ് വന്നത്. വൈറ്റ് കൊക്കിനെ കാണാനാണ് വന്നിരിക്കുന്നത്. നീണ്ട അതിന്റെ കാലൊക്കെ അല്ല. ഈ വൈറ്റ് കൊക്കില്ല, അത് നമ്മളെ ചില കൊക്കിനെ പോലെ ഇങ്ങനെ പുഴുവൊന്നും കൊത്തി തിന്നാറില്ല. എന്താണെന്ന് ചോദിച്ചാല് അതിപ്പോ കൂട്ടിലാണ്. ഓക്കെ, വൈറ്റ് പീക്കോക്കിനെ കാണാനാണ് വന്നിരിക്കുന്നത്. അതെന്താ ഇങ്ങനെ ചിറകിങ്ങനൊക്കെ? അതെ ചോന്ന കണ്ണെന്താ കോഴിക്ക്? കോഴിയല്ല എൻ്റെ പേര്. അടുത്ത പല തരത്തിലുള്ള ഇത് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അപ്പൂപ്പൻ താടിയല്ലേ? നമ്മളിപ്പോൾ പുള്ളിപ്പുലിനെ കാണാനാണ് വന്ന്. നമുക്കെന്നെ കണ്ടാലോ? ശബ്ദം ഉണ്ടാക്കരുത്. ഇതാണ് പുലി. പുലി ഇങ്ങനെ ഓടിക്കളിക്കൂലേ പുലി, അതുപോലെ ഇതാണ് ടൈഗർ. പിന്നെ ഇതൊക്കെ ടൈഗറാണ്. ഇതാണ് സിംഹം. അപ്പോൾ സിംഹത്തിൻ്റെ ശബ്ദം ആഹാ, സിംഹത്തിന്റെ ഗംഭീര സൗണ്ട് അല്ലേ ഇത്. സിംഹം എന്തോ കുഴിയിലേക്ക് പോവാണ്.
കാണൂല. അടുത്ത നമ്മൾ ഗൊറില്ലേനെ കാണാൻ പോവാണ്. നിങ്ങൾ ഞെട്ടിപ്പോ കാണാ വാ. ഗൊറില്ല നടന്നു പോകുന്നാണ്ട. ഇതിന്റെ മനുഷ്യന്മാര് കയറുന്ന പോലെ കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. വേറൊരു ഗൊറില്ല നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ നിന്നിട്ട് കഴിക്കുവാണ് ഭക്ഷണം. ഗൊറില്ലയ്ക്ക് കളിക്കാനുള്ള കുറേ സ്ഥലങ്ങൾ കണ്ടു. പിന്നെ ഇതാണ് ഈ ഗൊറില്ല കണ്ടില്ലേ, ഒരമ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന. എന്നിട്ട് അതിൽ നോക്കിയിട്ട് അതിൽ കുറേ എന്തൊക്കെയോ ഭക്ഷണങ്ങൾ, എന്തൊക്കെയോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ ഇട്ട് കൊടുത്തേക്ക് അത് കുത്തി കുത്തി തിന്നു. പിന്നെ ഞാൻ ഗൊറില്ല അങ്ങനെ ചെയ്യുന്നത് ഫോട്ടോ എടുക്കുവാണ്. ഇതൊക്കെ ഗൊറില്ല നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുകയോ നടക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ഇതാണ് ചീറ്റ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടോ. ഇതാണ് ഒരു കരടി വഴി കടക്കാൻ പോവാണെന്ന് തോന്നുന്നു. വഴി കിടക്കാൻ പോവല്ല, ദേഷ്യം വന്നിട്ടായിരിക്കും. എന്തോ പറഞ്ഞിട്ടുണ്ടാവും. മറ്റേ കുട്ടികളൊക്കെ കണ്ടില്ലേ, അമ്മയും കുട്ടികളും, 2 കുട്ടികളും. എന്നാ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം. ഇതാണ് സീബ്ര. ഈ സീബ്ര, ഈ മാന്, ഇതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടോ. ഒരാനേനെ കണ്ട. ആന എന്ത് ചെയ്യായിരിക്കും? ഫുള്ള് മണ്ണ് ആനേൻ്റെ പുറത്തൊക്കെ. അടുത്ത ആനയാണ് കുറേ കറുപ്പുള്ള ആന, വെള്ളം കുടിക്കാൻ പോകുന്ന ആന. കാട്ടുപോത്ത്. അടുത്ത കാട്ടുപോത്ത് ഇങ്ങനെ എവിടെയോ നടന്നു. ഹിപ്പോപ്പൊട്ടാമസ് വേറെ എവിടെയോ കളിക്കാം. മാനും എവിടെയോ കളിക്കുക. അടുത്ത ഒരുപാട് മൃഗങ്ങളെ ഇവിടെ കാണാം. പിന്നെ ഞങ്ങൾ പാമ്പിനെ കണ്ടു, കിങ്കൊമ്പിന. ഞങ്ങൾ അങ്ങനെ കുറേ പാമ്പിനെ കണ്ടു. ഇതാണ് കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന സ്ഥലം. കുട്ടികൾ കരയൊക്കെ ചെയ്താൽ പാൽ കൊടുക്കാം. പിന്നെ ടോയ്ലറ്റൊക്കെ ഉണ്ട് ഇവിടെ. ആമയാണ് ഇത്. ആമ നേരെ നിൽക്കുന്നുണ്ടോ. ഒരാമയതാ വെള്ളത്തിൽ, 2 ആമ. ജിറാഫ് ഇങ്ങനെ നടന്നു പോയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജിറാഫിൻ്റെ കഴുത്ത് കണ്ടില്ലേ, നീളത്തിൽ. അതുകൊണ്ട് ഞാൻ നീളത്തിൽ നോക്കിയ. ഇനിയും കുറേ മൃഗങ്ങളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നടന്ന് തളർന്ന് എന്നെ എടുത്ത്. അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ വഴിയുടെ പോകുമ്പം പിന്നെ ഞങ്ങൾ ഒരു കാട്ടിലെത്തി. കാട്ടിലൂടെ പോയി ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് മാനിനെ കണ്ടു. പിന്നെ കുരങ്ങന് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോവാണ്. ബായ്.